ഞങ്ങളെ നോക്കൂ, നനഞ്ഞ കോഴികൾ ഇതിനെക്കാട്ടും അടിപൊളിയായിരിക്കും. എൻ്റെ ദൈവമേ, ഫുള്ള് നനഞ്ഞു. ഇന്ന് ഞങ്ങളൊരു ഷൂട്ട് എടുക്കാന്നുള്ള പ്ലാൻ. കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ടേ നടന്നില്ല, ഇപ്രാവശ്യം മഴ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് ഇൻട്രോ എടുക്കാൻ മറന്നു. ഇന്ന് പൂരാടമാണ്. നമ്മൾ അമിതേൻ്റെ വീട്ടിലാണ് കേട്ടോ കൂടുന്നത്. പൂരാടത്തിൽ ഞങ്ങൾ അമിതേൻ്റെ വീട്ടിലേക്ക് പോകാണ്ട്. ഇതിന് മുമ്പ് ഏഞ്ചലിൻ്റെ അമ്മേനെ കണ്ടു, പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഏഞ്ചൽ ഇപ്രാവശ്യം അതെ പോകുമ്പോൾ കാണിച്ചാൽ ഏഞ്ചൽ ഇപ്രാവശ്യം ഓണത്തിനില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഓണം ഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, നടക്കും അറിയില്ല. എന്തായാലും നമ്മൾ അമിതേൻ്റെ വീട്ടിലേക്ക് പോകാണ്ട്. ഇത് അമിതേൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. എൻ്റെ വീഡിയോ ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ വന്നിട്ടുണ്ട് അമിതേ. ഇവർ നാട്ടിൽ വന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുമാനിച്ചാണ് കേട്ടോ. ഏഞ്ചലിന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ലീവില്ല കേട്ടോ. പിന്നെ അമിഷയ്ക്കാണെങ്കിൽ വേറൊരു പരിപാടി ഉണ്ട്, അതുകൊണ്ട് അവൾക്കും വരാൻ പറ്റിയില്ല. മെയിനായിട്ട് ഇവരെല്ലാവരും കാണുക. പിന്നെ നമുക്ക് ഒരു ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓണമൊക്കെ അല്ലേ, അത് വിചാരിച്ച് നമ്മൾ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് എല്ലാവരും കൂടി ഒരു ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നടക്കണ്ടല്ലോ, നിങ്ങളെയൊക്കെ കിട്ടാനാണ്. ഇതാണ് അമിതയുടെ വീട്. ഇവിടേക്ക് ഞാൻ വഴിക്ക് വീഴും. അവിടെ എത്തി നമ്മൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അമിതേൻ്റെ അമ്മയൊക്കെ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആവാൻ നിൽക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ ഇവരൊക്കെ ഇതേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. അമിതയാണെങ്കിൽ ഇതേ സെറ്റ് ആക്കുകയാണ് കേട്ടോ, സെറ്റ് സാരി എടുക്കാൻ വേണ്ടിയിട്ട്. മഴ കുറയണ തക്കത്തിനാണ് ഞങ്ങൾക്ക് പോയിട്ട് ഫോട്ടോ എടുക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ വേഗം ചായ ഒക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മേക്കപ്പ് ചെയ്തു. ഇനി ഇതാ കൃഷ്ണേന്ദുവിനെ ചെയ്യാതിരിക്കുന്നു. അമിതയുടെ അമിതയാണിത്. അമിതേ എവിടെ നിന്ന് വന്നേ നോക്കട്ടെ. അമിതേൻ്റെയും ചെയ്തു. നമ്മളിതേ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. കൃഷ്ണനെ കാണിച്ചിട്ടോളൂ ചെരുപ്പിട കാണിക്കാണ്. എല്ലാത്തിനും ഞാൻ മേക്കപ്പ് ചെയ്തത് എന്തോ എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ പിടിച്ചോട്ടോ നന്നായിട്ട്, കാരണം മഴയാണ്. ഞങ്ങളൊരു ഇതുകൊണ്ട് മഴ ചെയ്തു, നല്ല മഴ, പൊരിഞ്ഞ മഴ. മഴ പോയി രാക്ഷസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം. അവിടെ ഓൾറെഡി അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട് കണ്ടു, 2 മലയാളി മങ്കികൾ. നല്ല ഭംഗിയുള്ള പാടമാണ് കേട്ടോ ഇവിടെ, ഫുൾ നല്ല ഭംഗിയുള്ള പാടം. ഐഷ തിരിഞ്ഞ, കൃഷി തിരിഞ്ഞ, അതിന് തിരിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ഫുൾ ഇതായി ഇവിടെ ഫുൾ പാടാം കേട്ടോ. ഞാൻ എന്തോ ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്, എനിക്കറിയാൻ പാടില്ല എന്ത് ലുക്ക്. അടിപൊളി പാടാണ്, പക്ഷെ മൊത്തം ഇവിടെ ചെളി. ഫുള്ള് ഫോട്ടോ സെഷൻ ഉണ്ടാണ്. ഞങ്ങളെ നോക്കൂ, നനഞ്ഞ കോഴികൾ ഇതിനെക്കാട്ടും അടിപൊളിയായിരിക്കും. എൻ്റെ ദൈവമേ, ഫുള്ള് നനഞ്ഞു. ഇന്ന് ഞങ്ങളൊരു ഷൂട്ട് എടുക്കാന്നുള്ള പ്ലാൻ. കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ടേ നടന്നില്ല, ഇപ്രാവശ്യം മഴ കൊണ്ടുപോയി. എന്നാലും നമ്മൾ എടുത്തു. ഇനി ഞങ്ങളൊരു സെൽഫി ഒക്കെ എടുത്ത് ഞങ്ങൾ ഇത് അയച്ചിട്ട് ഐശ്വര്യ ഡ്രസ്സൊക്കെ മാറ്റി. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളിത് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറിയും, മോര് കറിയും, ഉപ്പേരിയും, അച്ചാറും, പിന്നെ മറ്റേ പുളിയിഞ്ചി, പപ്പടം, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു. ഇത് പോവാണ്. താത്ത പറയൂ. ഞങ്ങളും ഇറങ്ങും, ഞങ്ങളൊരു 3:15 ആകുമ്പോൾ ഇറങ്ങും. അങ്ങനെ നമ്മൾ പോവാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഇന്നിട്ട കോസ്റ്റ്യൂംസൊക്കെ നമുക്ക് എടുത്തു വയ്ക്കാനുണ്ട്. അതൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ഇറങ്ങും കേട്ടോ. നാളെ ഉത്രാടമാണ്. അപ്പോൾ നമുക്ക് പിന്നെ എനിക്ക് ഉത്രാട പാച്ചിലൊന്നുമില്ല, ഞങ്ങളുടെ റെസിഡൻസിൽ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും നാളെ ഫോട്ടോസൊക്കെ എടുക്കണ്ടേ, സെറ്റാക്കണം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ അമിതേൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകാണ്ട്. ടാറ്റ പറയും. ഇങ്ങനെ അവിടെ നിന്ന് കഴിച്ച ടാറ്റ പറയുമ്പോ പോവല്ല. ഐശ്വര്യ വരുന്നുണ്ടോ? അങ്ങനെ വീട്ടിലിറങ്ങി നമ്മൾ നേരെ ബസ്സിന് വണ്ടൂർ എത്തി. അവിടെ നിന്ന് പിന്നെ ഐശ്വര്യക്ക് കൊറിയർ ഓഫീസിലൊക്കെ പോകാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കൃഷ്ണീന്ന് നേരെ പോയിട്ടോ. ടാറ്റാ. ഹായ് ഗൈസ്, അങ്ങനെ ഇന്നത്തെ നമ്മളുടെ
എന്താ പറയുക മീറ്റപ്പ് കഴിഞ്ഞു നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങണതിൻ്റെ ഇടയിലാണ് കൃഷ്ണേന്ദുവിന് ബസ് വന്നത് കേട്ടോ. അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ പോയി എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മളിത് പൂ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 50 രൂപയ്ക്കുള്ള പൂവാണ്, ആകെ കുറച്ചിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് വീട്ടിലേക്കുള്ളതും വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിലേക്ക് ഐശ്വര്യ പോയി. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് നടക്കാം. അപ്പം ഞാൻ നടക്കാൻ നമ്മൾ മനക്കപ്പടി വഴി വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ നാളെ ഉത്തരാടാണ്. അപ്പോൾ എല്ലാവരുടെയും ഓണം പരിപാടികളൊക്കെ കമൻറ്റ് ചെയ്യണം. നാളെ നമുക്ക് എന്താ പറയുക ഇവിടെ റെസിഡൻസിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ എടുക്കാം. ഞാൻ ഒരുപാട് വ്ളോഗുകൾ ഇടാനും ഇങ്ങനെ പെൻഡിങ് ആണ്, എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് കുറേ, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വ്ളോഗും തിരുവോണത്തിൻ്റെ വ്ളോഗൊക്കെ ഞാൻ ഇടാം. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഇനിയിപ്പം ഞാൻ വേറെ എന്തെങ്കിലും ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.